പ്രയാസമേറിയ വളരെ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ ജീവിതമാണ് അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത്. ഒരു ഫാൻ എനിക്ക് തിരിച്ചു തരോ? വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഈ ആളുകളെ അല്ലാഹു തആല അന്ധന്മാരായിട്ടാണ് നാളെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അന്ധന്മാരായി, കണ്ണ് കാണാത്ത പൊട്ടന്മാരായിട്ടാണ് അല്ലാഹു തആല ഇവരെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത്, ഖാല റബ്ബി ബിമ ഹശറതനി ലിമ ഹശറതനി അഅമാ. അല്ലാഹുവേ, എന്തിനാണ് എന്നെ അന്ധനായി, എന്തിനാണ് എന്നെ കണ്ണുപൊട്ടന്മാരാക്കി നീ പുനർജീവിപ്പിച്ചത് എന്ന് ഇവർ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. വഖദ് കുൻതു ബസീറാ. ഞാൻ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് കണ്ണ് കാണുന്ന ആളായിരുന്നല്ലോ, എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് എന്നെ കണ്ണ് പൊട്ടന്മാരാക്കി നീ ആഖിറത്തിലേക്ക് പുനർജീവിപ്പിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹു പറയാണ്, നിങ്ങളിലേക്ക് എന്റെ ദൃഷ്ടാന്തങ്ങൾ കടന്നു വന്നപ്പോ ഫനസീതഹാ, ആ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങളും ഇന്ന് നിങ്ങളെ ഞാൻ മറക്കുകയാണെന്ന് അല്ലാഹു നാളെ ഞങ്ങളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിനെ മറന്നു ജീവിക്കുന്ന ആളുകൾ, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവാത്ത ആളുകൾ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ദീനിൽ നിന്നും അകന്നു ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ദുനിയാവിന്റെ ജീവിതം തന്നെ സന്തോഷമുള്ള ജീവിതമല്ല. അവർക്ക് ദുനിയാവിൽ അല്ലാഹു സംതൃപ്തി നൽകുകയില്ല. ദുനിയാവിൽ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും അവർക്കുള്ളത്. ഇവിടെ കണ്ണുള്ള ആളുകളെ അല്ലാഹു തആല നാളെ അന്ധന്മാരാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മഹ്ശറയിലേക്ക്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കിയത്? എനിക്ക് ദുനിയാവിൽ കണ്ണുണ്ടായിട്ടുണ്ടല്ലോ. വഖദ് കുൻതു ബസീറാ. ദുനിയാവിൽ കണ്ണുള്ള എന്നെ എന്തിനാണ് കണ്ണ് പൊട്ടനാക്കി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന മറുപടി, കദാലിക അതത്ക ആയാതുനാ. എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പരിശുദ്ധമായ ദീൻ പഠിക്കാനും ദീൻ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ടായിട്ട് നിങ്ങളത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഫനസീതഹാ. എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ മറന്നല്ലോ. വകദാലികൽ യൗമ തുൻസാ. അതുപോലെ ഇന്ന് ഞാൻ നിങ്ങളെയും മറക്കുകയാണ്. അപ്പോ ഇവിടെ അല്ലാഹുവിനെ മറന്നതുകൊണ്ട് അല്ലാഹു നാളെ മറക്കുകയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവാത്തത് കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് സന്തോഷം നൽകൂല എന്നാണ്. പരിശുദ്ധമായ ഖുർആൻ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ 3 കച്ചവടം അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. 3 കച്ചവടങ്ങളെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കച്ചവടം ഒരിക്കലും നഷ്ടമുണ്ടാവൂല. ദുനിയാവിൽ കച്ചവടങ്ങൾ ഒരുപാട് ചെയ്യാനും ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനും വേണ്ടി ആളുകൾ ശ്രമിക്കുമ്പോ ദുനിയാവിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, വരുമാനത്തിന് വേണ്ടി ആളുകൾ അധ്വാനിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത വലിയ ക്യാപിറ്റൽ മൂലധനം മുടക്കാത്തൊരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഏതൊക്കെയാണത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ, അല്ലാഹു നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു നഷ്ടമില്ലാത്ത കച്ചവടമാണ് കൊടുക്കുന്നത്. അവരുടെ ബിസിനസ് ലാഭമാണ്. അവരുടെ കച്ചവടത്തിൽ അവർക്ക് ലാഭമേ ലഭിക്കുകയുള്ളൂ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. എന്റെ സഹോദരികളെ, നിങ്ങൾ കേൾക്കേണ്ട വിഷയം, നിങ്ങളാണ് വീടിന്റെ ഭരണാധികാരികൾ. കുല്ലുക്കും റാഇൻ. എല്ലാവരും ഭരണാധികാരികളാണ്. ആർക്കും ഒഴിഞ്ഞുകൂടാൻ, ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റൂല. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്.
കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. എല്ലാവരോടും അല്ലാഹു തആല അവന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുമെന്നല്ല പറഞ്ഞത്. വറജുലു റാഇൻ ഫീ ബൈതിഹി. ഉപ്പയാണ് വീടിന്റെ ഭരണാധികാരി. ഉപ്പ മരിച്ചുപോയാൽ, അല്ലെങ്കിൽ ഉപ്പ ഗൾഫിലാണ്, നാട്ടിൽ തന്നെയാണ്, വൈകുന്നേരം രാത്രി 9 മണിയാകുന്നുണ്ട് വീട്ടിലേക്ക് വരാൻ. രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയ ഉപ്പ വൈകുന്നേരം രാത്രിയായി 9 മണിയാകുന്നുണ്ട് വരാൻ വീട്ടിലുണ്ടാവാറില്ല. ആ സമയത്ത് ആരാണ് വീടിനെ ഭരിക്കേണ്ടത്? തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരി ഉമ്മയാണ്. ഭർത്താവില്ലാത്ത സമയങ്ങളിൽ, ഭർത്താവ് പുറത്തുള്ള സമയങ്ങളിൽ, ഭർത്താവ് ഗൾഫിലുള്ള സമയങ്ങളിൽ ആ വീടിന്റെ ഭരണാധികാരി ഉമ്മയാണ്. ആ വീടിന്റെ കാര്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നത് ഉമ്മയോടാണ്. ഉപ്പയില്ലാത്ത സമയങ്ങളിൽ മക്കൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങൾ, മക്കൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അല്ലാഹു തആല ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. മക്കൾ സിനിമ കണ്ടാലും, സിഗരറ്റ് കണ്ടാലും, നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാലും, ഹറാമ് ചെയ്താലും അല്ലാഹു ചോദിക്കുന്നത് ഉമ്മമാരോടാണ്. പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിൽ മക്കളോട് ചോദ്യമില്ല. പ്രായപൂർത്തിയെത്തിയ മക്കളാണെങ്കിൽ മക്കളോടുമുണ്ട് ചോദ്യം, ഉമ്മമാരോടുമുണ്ട് ചോദ്യം. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നന്നാക്കേണ്ടതും ദീനിയായ മേഖലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ്. എന്താണ് മക്കളെ പഠിപ്പിക്കേണ്ടത്? മൂന്ന് കാര്യം അല്ലാഹു പറഞ്ഞല്ലോ. 3 കാര്യം മക്കളെ പഠിപ്പിക്കണമെന്ന്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, തങ്ങളുടെ കുടുംബക്കാരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, അഹ്ലു ബൈത്തിനെ. അതുപോലെ പരിശുദ്ധമായ ഖുർആൻ ഓതാനും പഠിപ്പിക്കണമെന്ന് അല്ലാഹു നമ്മോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും, അല്ലാഹു പറഞ്ഞ ഈ 3 കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. അല്ലാഹു പറഞ്ഞ നഷ്ടമില്ലാത്ത കച്ചവടം, ദുനിയാവിലും ഇതുകൊണ്ട് നേട്ടമാണ്, ആഖിറത്തിലും ഇതുകൊണ്ട് നേട്ടമാണ്. 1, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ ഓതുന്ന ആളുകളെ എങ്ങനെയാണ് അല്ലാഹു സംരക്ഷിക്കുന്നത്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാന്മാരായ സഹാബാക്കൾ, താബീഈങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മനുഷ്യന്റെ മാനസികമായ അസുഖങ്ങൾക്ക് ശിഫ ലഭിക്കാൻ, മനുഷ്യന്റെ മാനസികമായ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ 5 കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോ അതിലൊന്നാമത് പറഞ്ഞത് ഖുറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ. അർത്ഥമാലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. വെറുതെ ഓതിയിട്ട് കാര്യമില്ല. വെറുതെ ഇങ്ങനെ ഓതിയിട്ട് എന്താ കാര്യം? അർത്ഥമാലോചിച്ചിട്ട് ഓതേണ്ടേ. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ. എന്തേ പഠിക്കാത്തത്? ഖുർആൻ ക്ലാസ്സുകൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഖുർആൻ ക്ലാസ് ഇല്ലാഞ്ഞിട്ടൊന്നല്ലല്ലോ. ഖുർആൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. ഓപ്പറേറ്റർ ഇതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഒന്നിച്ച്. ഖുർആൻ ക്ലാസ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല. പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. യൂട്യൂബിൽ ചെന്നാൽ ഏത് സൂറത്തുകളാണ് നമ്മൾക്ക് പഠിക്കേണ്ടത്, ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ഒരു അവസരം പോലും നമ്മൾക്കില്ല. എങ്ങനെയാണ് നമ്മൾ ഈ കാലത്ത് ഒഴിഞ്ഞു മാറുന്നത്? ഒഴിഞ്ഞു മാറാൻ പറ്റൂല. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ അതിന്റെ അർത്ഥമാലോചിച്ച് ഓതാനാണല്ലോ പറഞ്ഞത്. വളരെ ഭംഗിയായിട്ടാണ് ഖുർആൻ ഓതാൻ പറഞ്ഞത്. തജ്വീദിന്റെ നിയമപ്രകാരമാണ് അല്ലാഹു ഓതാൻ പറഞ്ഞത്. ആരാണ് തജ്വീദിന്റെ നിയമം അനുസരിക്കുന്നത്? ആരാണ് തജ്വീദിന്റെ നിയമപ്രകാരം ഓതുന്നത്? തമാശയല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ഒരുപാട് തവണ അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഖുർആൻ വെറുതെ ഓതിവിടാനുള്ളതല്ല. അതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങണം, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങണം, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനുള്ള അവസരമില്ല. പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്തേ നമ്മൾ പഠിക്കാത്തത്? അതിന്റെ സദസ്സുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ, ഖുർആൻ ക്ലാസുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ലോ. ജലദോഷം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ശരിയാക്കി. ഖുർആൻ കേൾക്കാനുള്ള, ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾക്ക് ഇല്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തേ നമ്മൾ പഠിക്കാത്തത്? അതിനോട് താല്പര്യമില്ല, അതിനോട് താല്പര്യമില്ല. ഖുർആൻ ഓതുന്ന ആളുകൾക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണെന്ന് അല്ലാഹു പറഞ്ഞത്. ദുനിയാവിലും ആഖിറത്തിലും ഈ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും.
ദുനിയാവിലും ആഖിറത്തിലും ഈ ഖുർആൻ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. നാളെ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു തആല ചില ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാൻ അല്ലാഹു അവസരം നൽകുന്നുണ്ട്. മാതാപിതാക്കളെ രക്ഷിക്കാൻ മക്കൾക്ക് അല്ലാഹു അവസരം നൽകുന്നുണ്ട്. മക്കളെ രക്ഷിക്കാൻ മാതാപിതാക്കൾക്കുണ്ട്. ഹാഫിളീങ്ങളായ ആളുകൾക്ക് ഒരുപാട് ആളുകളെ സംരക്ഷിക്കാനുള്ള അവസരമുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കുണ്ട്, പ്രവാചകന്മാർക്കുണ്ട്. സൗണ്ട് ഒന്ന് ഷാർപ്പ് ചെയ്തിട്ട് ഒരു 3 സ്റ്റെപ്പ് ഡിലേ ഇട്ടിട്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവസരമുണ്ട്, ശഫാഅത്ത് ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാലോ ഖുർആനിനുണ്ട്, റമളാനിനുണ്ട്. അല്ലാഹു ഓരോ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അവസരം നൽകുന്നുണ്ട്. അവർക്ക് ഏത് സമയത്താണ് രക്ഷപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കണം. ഏത് സമയത്താണ് അവരൊക്കെ മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് ഇവിടൊന്ന് വെക്കായിരുന്നില്ലേ മോണിറ്റർ? അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാണ്. സിറാത്ത് പാലത്തിലൂടെ ഹബീബിന്റെ സമുദായം കടന്നു പോകുമ്പോ നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. നബിതങ്ങൾ സിറാത്ത് പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ദുആ ചെയ്യുകയാണ്. ആ പാലത്തിലൂടെ ഓരോ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ പാലം കടന്നു പോകാൻ വേണ്ടി നബിതങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക്. പരിശുദ്ധമായ ഖുർആൻ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്, റമളാൻ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെ ശഫാഅത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഖുർആനിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധമായ ഖുർആനിന്റെ പ്രത്യേകത നരകത്തിൽ വീഴുന്നതിന് മുമ്പേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതിന് സൗണ്ടില്ല. നരകത്തിൽ വീഴുന്നതിന് മുമ്പേ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ. ബാക്കിയുള്ള ആളങ്ങനെയല്ല, നരകത്തിൽ വീണ ശേഷം കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ. ഖുർആൻ അങ്ങനെയല്ല, നരകത്തിൽ വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തും. സ്വർഗത്തിലേക്ക് എത്തിയ മക്കൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ എവിടെയാണ് മാതാപിതാക്കൾ? എവിടെയാണ് മാതാപിതാക്കൾ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത് നരകത്തിലാണ്, മാതാപിതാക്കൾ നരകത്തിലാണ്. നരകത്തിലുള്ള മാതാപിതാക്കൾ ഞാൻ സ്വർഗത്തിലോ, അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് അവസരം തരണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മക്കൾ ചോദിക്കുമ്പോ മക്കളോട് അല്ലാഹു പറയുന്നത് നരകത്തിലാണ്. നരകത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ മക്കളെ വിളിച്ചുകൊണ്ടുവരും, മക്കള് വിളിച്ചുകൊണ്ടുവരും, എന്നിട്ട് സ്വർഗത്തിൽ കിടത്തും. നരകത്തിൽ വീണ ശേഷമാണ് മക്കൾ ശഫാഅത്ത് ചെയ്യുന്നത്. പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല, നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പേ രക്ഷപ്പെടുത്തുന്ന, നരകത്തിൽ വീണ ശേഷം നരകത്തിൽ നിന്ന് പൊറുക്കിയെടുത്ത് കൊണ്ടുപോകല്ല. ദുനിയാവിൽ മറ്റൊരാളെ സഹായിച്ചാൽ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകിയാൽ, ആ സഹായിച്ച ആളുകൾ വരെ സ്വർഗത്തിലാണെങ്കിൽ ആരാണോ സഹായിച്ചത് അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 10 രൂപ നൽകി സഹായിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സഹായം പാവങ്ങളായ ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് ചെയ്തു കൊടുത്ത ആളുകളാണ്. എന്നാൽ നരകക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തി നോക്കുമ്പോഴാണ് ഈ സഹായിച്ച ആളുകളെ സ്വർഗത്തിൽ കാണാനിടയാകുന്നത്. അവരോട് ചോദിക്കും, എന്നെ നിനക്ക് പരിചയമുണ്ടോ? എന്നെ നിനക്കറിയുമോ? അപ്പോഴാണ് സ്വർഗക്കാരൻ പറയുന്നത് എനിക്കറിയൂല. സ്വർഗക്കാരൻ പറയാൻ എനിക്കറിയൂല. നരകക്കാരൻ മുതലാളിയാണ്, പാവങ്ങളെ സഹായിച്ച ഒരാളാണ്. സ്വർഗക്കാരനോ നാട്ടിൽ പാവങ്ങളായി ജീവിച്ച ഒരാളാണ്, എനിക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ. അപ്പോഴാണ് മുതലാളി പറയുന്നത്, നിങ്ങളല്ലേ എന്റെ വീട്ടിലേക്ക് പിരിവിന്റെ ആവശ്യവുമായി കടന്നു വന്നത്? മക്കളുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ 1 ലക്ഷം നൽകി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളാണല്ലേ ആ ഹാജിയാർ. എന്നാൽ ഇന്ന്
നാട്ടിലെ ഇന്നാലെന്ന സഹോദരനാണല്ലോ, ഇന്നാലെന്ന മുഹമ്മദ് ഖയാണല്ലോ. അപ്പോഴാണ് നരകക്കാരൻ പറയുന്നത്, അതെ, എന്നാൽ ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പറയുമോ, അള്ളാഹുവിനോട് പറയുമോ എന്ന് മുതലാളി സ്വർഗത്തിലുള്ള പാവപ്പെട്ട സഹോദരനോട് പറയുമ്പോഴാണ് സ്വർഗക്കാരനായ സഹോദരൻ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, ഇയാളെ രക്ഷപ്പെടുത്താൻ എനിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം തരണം. അള്ളാഹു പറയാണ്, ആരെയൊക്കെയാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് അവരെ രക്ഷപ്പെടുത്തിക്കോ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗക്കാരനോട് പറയുമ്പോഴാണ് തന്നെ സഹായിച്ച ആളുകളെ നരകത്തിൽ നിന്ന് കൊണ്ടുപോയി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊക്കെ നരകത്തിൽ വീണ ശേഷമാണ്. അതല്ലല്ലോ വിജയം. എന്താണ് വിജയം എന്ന് പറഞ്ഞാൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരിക്കേണ്ടവരാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാവരുടെയും നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമാ സുഹസിഹ അനിൻ നാർ, ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, വഉദ്ഖിലൽ ജന്ന, നരകത്തിലേക്ക് ഒരു സെക്കൻഡ് പോലും വീഴാതെ, ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് ആരാണോ എത്തുന്നത്, ഫഖദ് ഫാസ്, അവനാണ് വിജയി, അവന് മാത്രമാണ് വിജയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് വിജയി? വിജയി എന്ന് പറഞ്ഞാൽ ആരാ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ അള്ളാഹു സ്വർഗം നൽകുന്ന ആളുകൾ ആരാ? അവർക്കാണ് അള്ളാഹു വിജയം നൽകുന്നത്. അവരാണ് വിജയികൾ. ആ വിജയികളിൽ പെടാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. നരകത്തിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്താൻ ആളുകളുണ്ട്. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല രക്ഷപ്പെടുത്തുന്നത്. നരകത്തിലേക്ക് വീഴുന്നതിന് മുമ്പേ അള്ളാഹുമായിട്ടൊരു സംവാദം നടക്കുകയാണ്, അള്ളാഹുമായിട്ടൊരു വാഗ്വാദം നടക്കുകയാണ്. അള്ളാഹുവേ, ഇയാളെന്നെ ബഹുമാനിച്ച ആളാണ്, ഇയാളെന്നെ ആദരിച്ച ആളാണ്, ഇയാൾ ഒരുപാട് ഖുർആൻ ഓതിയ ആളാണ്, അതുകൊണ്ട് ഇയാൾ നരകത്തിലേക്ക് കിടക്കരുത് എന്ന് അള്ളാഹുവിനോട് വാഗ്വാദം നടത്തിയിട്ട് നരകത്തിലേക്ക് കിടക്കാതെ, നരകത്തിലേക്ക് വീഴാതെ ഖുർആനിനെ ആദരിക്കുന്ന ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, യർജൂന തിജാറതൻ ലാ തബൂർ, അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. എന്താണ് നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ? ഇത് ഓടുന്ന ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ആരോഗ്യം നൽകും, മാനസികമായിട്ടുള്ള ആരോഗ്യം നൽകും, മാനസികമായിട്ടുള്ള സംതൃപ്തി നൽകും, സമ്പത്തിൽ അഭിവൃദ്ധി നൽകും. ഇതൊക്കെ ഉള്ളതല്ലേ? പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹു ദുനിയാവിൽ നൽകുന്ന നേട്ടങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഓത്തല്ല, നമ്മുടെ പാരായണമല്ല. യാസീനുൽ ഖുർആനിൽ ഹകീമിൻ കലമിനുൽ മുർസലീൻ, ആ 120 പോകുന്ന ഓത്തല്ല. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. കടമ വീട്ടാൻ വേണ്ടി റമദാൻ ഒരു ഖത്തം തീർക്കുന്നുണ്ട്, രാജധാനി എക്സ്പ്രസ് പോകുന്ന പോലെ ഒരാൾ ഓതുക, അതിനൊന്നും കിട്ടാനില്ല. എന്താ ഖുർആൻ എന്ന് പറഞ്ഞ് എങ്ങനെ ഓതാനാ പറഞ്ഞത്? ورتل القرآن ترتيلا يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن. കടന്നു വന്നിട്ട് പനി പിടിച്ച് മൂടി പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് അല്ലാഹു വിളിക്കുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടി പിടിച്ചിറങ്ങുന്ന മനുഷ്യ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഒന്ന് രാത്രി എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് നിർബന്ധമല്ല, സുന്നത്താണ്. സമുദായത്തിന് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമല്ല. എപ്പോഴാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്? നിസ്ഫഹു, രാത്രിയുടെ പകുതി തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിൽ 6 മണിക്കൂറും തഹജ്ജുദിന് വേണ്ടി ഉപയോഗിക്കണമെന്നല്ലേ? അത് അല്ലെങ്കിൽ ആ പകുതിയിൽ നിന്ന് അല്പം കുറച്ചാലും കുഴപ്പമില്ല, അല്പം കുറച്ചാലും കുഴപ്പമില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, രാത്രിയുടെ പകുതി ഭാഗം നിങ്ങൾ തഹജ്ജുദിന് വേണ്ടി മാറ്റിവെക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ യാത്രയുടെ പകുതിയേക്കാൾ അല്പം കൂടുതൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ
ഖുർആന തർതീല. പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ രാജധാനി എക്സ്പ്രസ് പോകുന്നത് പോലെ ഓതാനുള്ളതല്ല, വളരെ ഭംഗിയായി തജ്വീദിന്റെ നിയമപ്രകാരം ഓതൽ നമ്മുടെ ബാധ്യതയാണ്. മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ടല്ലോ, എന്തോ നമ്മൾ പഠിക്കാത്തത്? അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ സമയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ലാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. കാരണം വിരൽ തുമ്പിലാണ് എല്ലാം ഉള്ളത്. തജ്വീദ് പഠിക്കാനും യൂട്യൂബ്, വാല് പഠിക്കാനും യൂട്യൂബ്, സിനിമ കാണാനും യൂട്യൂബ്, കുക്കറി ഷോ കാണാനും യൂട്യൂബ്, എന്തുവരൊക്കെ കാണാനും യൂട്യൂബ് ഉണ്ടാകുമ്പോ നന്മയ്ക്ക് വേണ്ടി ആരാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വിരൽ തുമ്പിലേക്ക് നന്മകളുടെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോ എന്തേ നന്മ ചെയ്യാത്തത്? എന്തേ നന്മ ചെയ്യാത്തത്? നന്മ ചെയ്യാനല്ലേ ഈ ഡിവൈസുകൾ അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. കളിക്കാനല്ലല്ലോ, തമാശയ്ക്ക് വേണ്ടിയല്ലല്ലോ, ഫോൺ കാണാനല്ലല്ലോ. അല്ലാഹുവിന്റെ നന്മകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനല്ലേ. എന്നിട്ട് പറയേണ്ടേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. മൊബൈൽ ഫോണുകളായാലും ടിവി ആയാലും ഏത് സംവിധാനങ്ങളായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയേണ്ടേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നത്, എനിക്കറിയാം ഇവിടെ സഹോദരിമാരാണ് കൂടുതലുള്ളത് എന്ന്. എന്റെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വാല് വേണ്ടേ? എന്റെ ഇവിടുത്തെ നാട്ടുകാർക്ക് വാല് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, സംഘാടകരെ പലവട്ടം പറഞ്ഞു സ്ത്രീകളായിരിക്കും കൂടുതലെന്ന്. ഇങ്ങനെ ഒരു മഹാനുഭാവന്റെ പേരിൽ ഇവിടെ വാല് സംഘടിപ്പിക്കുമ്പോ നാട്ടുകാരെങ്കിലും വന്നിരിക്കാൻ നിങ്ങളുടെ ബാധ്യതയല്ലേ? എന്തിനാണ് സംഘടിപ്പിക്കുന്നത്? ഇത്രയും ഭീമമായ തുകകൾ ചെലവഴിച്ചിട്ട് നയിക്കുന്ന സംവിധാനങ്ങൾ, സ്റ്റേജിന്റെ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് എന്തേ നമുക്ക് കേൾക്കാൻ കഴിയാത്തത്? ആരോടുള്ള ധിക്കാരമാണിത്? ആരോടുള്ള വെല്ലുവിളിയാണ്? എന്റെ ചെറുപ്പക്കാരാ, ഒരു കളി ഉണ്ടാകുമ്പോ അവിടെ കൂടിക്കൂടാറുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ വെല്ലുവിളിക്കാൻ പറഞ്ഞ വിഷയങ്ങളല്ലേ ഇത്? ജീവിതം കളിയും ചെറിയുമാക്കി മാറ്റുന്ന ആളുകളെ നബിയെ നിങ്ങൾ വിട്ടേക്ക്. നബിയെ, അവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവരെ നിങ്ങൾ യാതൊരു പരിഗണനയും നൽകണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കാമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഇത് അറിയാനിട്ടാണോ? ഇത് കേൾക്കാനിട്ടാണോ? എന്റെ ചെറുപ്പക്കാരാ, കളികളോട് ബലം തോന്നി തുടങ്ങിയത് ആതൊരു ഫ്ലഡ് ലൈറ്റുകളും ഫുട്ബോളുകളും മാത്രമായി ജീവിച്ചാൽ മതിയോ? ജീവിതം തന്നെ കളിയും ചിരിയുമാക്കി മാറ്റിയ ആളുകളുണ്ട്. ആഭാസങ്ങൾ നടത്തുന്ന ആളുകൾ, അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ, നന്മ പറയുമ്പോൾ അവർക്ക് ചെയ്യാറില്ല. നന്മയേതോ ചിന്മയേതോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലം ആളുകളിലേക്ക് വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നറിയില്ല, അതറിയില്ല. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ദയനീയമായ ദാരുണമായ അവസ്ഥ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറഞ്ഞു തന്നത്. അതാരാണെന്നറിയോ? തിന്മകൾ ഇവിടെ ഉണ്ടാകുമ്പോ, ആവാസങ്ങൾ ഉണ്ടാകുമ്പോ, സിനിമകൾ ഉണ്ടാകുമ്പോ, സിനിമയുടെ പേരിൽ ഇവിടെ മൽപ്പിടുത്തങ്ങൾ നടക്കുന്നുണ്ടില്ലേ? മമ്മൂട്ടിക്ക് വേണ്ടി, മോഹൻലാലിന് വേണ്ടി ഇവിടെ വാദങ്ങൾ നടത്തുന്നവരില്ലേ? സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്കുകളിലൂടെ എന്തിനാണ് ആവശ്യമില്ലാത്ത സംവാദങ്ങൾ? എന്തിനാണ് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാ? അവർ നിനക്ക് എന്താണ് ചെയ്തു തന്നത്? ഏത് നടന്മാരായാലും നടിമാരായാലും സമുദായത്തിന് എന്ത് ചെയ്തു തന്നു? നിനക്കെന്ത് ചെയ്തു തന്നു? അതുപോലെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ആവാസം കൊണ്ട് ഇന്ന് നടക്കുന്ന IPL കളിയുണ്ടല്ലോ, ആ കളിക്ക് വേണ്ടി രാവിലെ ഒരു പ്രവചന മത്സരം. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ എവിടെയാണ് പണയം വെച്ചിട്ടുള്ളത്? എവിടെയാണ് നിങ്ങളുടെ തലച്ചോറ് പണയം വെച്ചിട്ടുള്ളത്? ഇത് തമാശയുടെ കാര്യമല്ല, ഇത് തമാശയായി പറയുകയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടത്തിലേക്കാണ് പോകുന്നത്. ചൂതനായ ഒരു നേതാവ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, മുസ്ലിം സമുദായത്തെ തകർക്കാൻ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ TV കൊണ്ടാണ് മുസ്ലിം സമുദായത്തെ നിങ്ങൾ തകർത്തത്. ആയുധം കൊണ്ട്, യുദ്ധം കൊണ്ട്,
പശുവിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, അല്ലെ, പള്ളിയിൽ കയറിയിട്ടുള്ള കൊലപാതകങ്ങൾ, എന്തൊക്കെ ആവാസങ്ങൾ, അല്ലാത്ത ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നടക്കുമ്പോ അതുകൊണ്ടല്ല മുസ്ലിം സമുദായത്തെ ഞങ്ങൾ തകർത്തത്, ജീവി കൊണ്ടാണ് ഞങ്ങൾ തകർത്തത് എന്ന് ജൂതനായ നേതാവ് പറയുന്നുണ്ട്. എങ്ങനെയാണ് തകർത്തത്? സിനിമയും സീരിയലും അതിന്റെ അഡിക്റ്റുകളാക്കി നമ്മുടെ ഉമ്മമാരെയും മക്കളെയും നമ്മുടെ ചെറുപ്പക്കാരെയും മാറ്റിമറിച്ചു. അവർക്കെന്ത് നിസ്കാരം, അവർക്കെന്ത് ബാല്, അവർക്കെന്ത് ദീന്, അവർക്ക് കളി, അത് മതി, വേറൊരു ചിന്തയില്ല. ചെറുപ്പക്കാരാ, ജീവിതം തന്നെ കളിയും ചിരിയും ആഘോഷങ്ങളും ആവാസങ്ങളും ഇത് മാത്രം മതി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ അല്ലാഹുവിന്റെ മുന്നറിയിപ്പാണ്, ഇത് തമാശയല്ല. അവരെ വിട്ടുകള നബിയെ, അവരെ നെവർമൈൻഡ് ചെയ്യൂ നബിയെ. വലഹും അദാബുൻ അലീം, അവർക്ക് ഞാൻ വേദനാജനകമായ ശിക്ഷ നൽകാനുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഈ തോന്നിയതുപോലെ കളികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആളുകൾക്കാണ്. ആകെ ഒരു കളി, വൈകുന്നേരമായാലും കളി, രാവിലെ ആയാലും കളി. ഇനി കളി കഴിച്ചു കഴിഞ്ഞാലും പള്ളിയിൽ വന്നിരിക്കാൻ സമയമുണ്ടോ? ഇല്ല, അടുത്ത കളി കാണാൻ, അടുത്തത് കളി കാണാൻ. എന്റെ ചെറുപ്പക്കാരാ, രാവിലെ ഫേസ്ബുക്കിൽ നടക്കുന്ന ഒരു മത്സരം, ഇന്ന് വൈകുന്നേരം നടക്കുന്ന IPL ടൂർണമെന്റിൽ ആരാണ് വിജയിക്കുക, ആരാണ് കൂടുതൽ റൺ വാങ്ങുക, ആരാണ് കൂടുതൽ വിക്കറ്റ് എടുക്കുക, ഇത് പറഞ്ഞിട്ട് ശരിയായ ആളുകൾക്ക് സമ്മാനം ഓഫർ ചെയ്യാൻ ഫേസ്ബുക്കിലൂടെ ചില ആളുകൾ. എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ സമയം ഹറാമിനല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവരുടെ പണത്തിന്റെ പലപളപ്പ് കൊണ്ട് IPL എന്ന് പറയുന്ന മാമാങ്കം നടക്കുമ്പോ എന്തിനാണ് ചെറുപ്പക്കാരെ ഇവിടെ സംഭാവന? എന്നാൽ ദീനിന്റെ പേരിൽ സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരെ മഷീട്ടാലും കാണൂല. എന്താ ഇന്നാരെ സഞ്ചരിക്കുക, അതെങ്ങാനും പറഞ്ഞു ശരിയായ അവന്റെ വക ഒരു സമ്മാനം. എന്തിനിത്? എന്നാ പള്ളിക്ക് 1000 കൊടുത്തു, അയാൾ മഷീട്ടാലും കാണൂല. ഇതാണ് ഇന്നത്തെ ദീൻ. അതിന് കാരണം ഒന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളിലേക്ക് ഫിത്നകൾ കടന്നു വരും. ആ ഫിത്നകൾ രസകരമായിട്ട് ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ എന്താണ് ഇതിന് ഉദാഹരണം പറയുന്നത്? സ്വാമിമാര് ശബരിമലയിലേക്ക് പോകുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എത്ര വേദനയോടെയാണ് നമ്മളത് നോക്കിക്കാണുന്നത്. ചെരുപ്പില്ലാതെ നരം കോച്ചുന്ന തണുപ്പിൽ, വിറവിറക്കുന്ന തണുപ്പിൽ ചെരുപ്പില്ലാതെ തന്റെ ചരക്കുകളും സാമഗ്രികളും തലയിലേറ്റി നടന്ന് പോവാൻ. അത് കാണുമ്പോ നമ്മൾക്ക് വിഷമം തോന്നാറുണ്ടെങ്കിലും എന്തിനാണ് അവർ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ശബരിമലയിലേക്ക് പോകുന്നത്? ആ മതത്തോടും ആ ആചാരത്തോടും ആ ആരാധനയോടും അവർക്ക് മനസ്സിലുണ്ടാകുന്ന താല്പര്യമാണ്. അതുകൊണ്ടാണ് അവർ എത്രയും പ്രയാസം സഹിച്ചിട്ട് നരം കോച്ചുന്ന തണുപ്പിൽ പോലും അവർ നടന്നു നീങ്ങുന്നത്. ഇതുപോലെ ഒരാൾക്ക് ഫിത്നകളോട് താല്പര്യം തോന്നി തുടങ്ങിയാൽ, രാത്രി 3 മണിക്ക് കളിയുണ്ട് എന്നറിഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ അലാം വെക്കാൻ തുടങ്ങിയാൽ, വൈകുന്നേരം 8 മണിക്കൊരു കളിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ചെറുപ്പക്കാരൻ കാത്തിരിക്കുന്ന ഒരു കാലം വന്നാൽ അവർക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുക, അവർക്ക് വേണ്ടി സംവാദം നടത്തുക, അവർക്ക് വേണ്ടി ഗ്രൂപ്പുകളിൽ ചർച്ച നടത്തുക. എന്താണിത്? ആർക്ക് വേണ്ടിയാണിത്? ഈ ആഭാസങ്ങളുള്ള ആളുകൾ, ഈ ആഭാസങ്ങളിൽ രസകരമായി ഒരാൾക്ക് തോന്നി തുടങ്ങിയാൽ അവന്റെ ഹൃദയത്തിനാണ് അല്ലാഹു തആല കറുത്ത പുള്ളികളിട്ട് കൊടുക്കുന്നത്. അവന്റെ ഹൃദയത്തെയാണ് അല്ലാഹു കറുപ്പിച്ചു കളയുന്നത്. അങ്ങനെ ഒരാളുടെ ഹൃദയം കറുത്തു പോയാൽ അപ്പോൾ അവന് നന്മയേത് തിന്മയേത് എന്നവന് തിരിച്ചറിയൂല. അപ്പോഴാണ് അവന് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയൂല. അപ്പോഴാണ് അവന് സിനിമ കാണുന്നത് ഹലാലായി തോന്നുന്നത്, വ്യഭിചാരം ഹലാലായി തോന്നുന്നത്, കഞ്ചാവ് ഹലാലായി തോന്നുന്നത്, മയക്കുമരുന്ന് ഹലാലായി തോന്നുന്നത്, പെണ്ണിന്റെ കൂടെ നടക്കുന്നതും ഇരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും ഹലാലായി തോന്നുന്നത്. അവന്റെ ഹൃദയം കറുത്തുപോയത് കൊണ്ടാണ്. കറുത്തുപോയ ഹൃദയങ്ങളിലേക്ക് നന്മകളെത്തൂല, അവന്റെ ഹൃദയങ്ങളിലേക്ക് നന്മകളെത്തൂല. തൗബ ചെയ്ത് അല്ലാഹു തൗബ സ്വീകരിക്കാതെ എത്ര വാല പറഞ്ഞാലും അവൻ നന്നാവൂല. കാരണം അവന്റെ ഹൃദയം കറുത്തുപോയിരിക്കുകയാണ്. പക്ഷേ എന്റെ ചെറുപ്പക്കാരാ, ഈ ഒരു ലിസ്റ്റ് നമ്മൾ പെടാൻ പാടില്ല. ഈ ഒരു ലിസ്റ്റ് നമ്മൾ പെടരുത്.
വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ. ഞാൻ പറയുന്നത് എന്റെ വകയല്ലല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്, പരിശുദ്ധ റസൂലിന്റെ ഹദീസുകളല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് ഓതി കേൾപ്പിക്കുമ്പോ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കളി മതി, ഫുട്ബോൾ മതി, ക്രിക്കറ്റ് മതി, ഫഅറള അൻഹാ. ഇതിനേക്ക് മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകൾ ഇതിനേക്കാളും വലിയ ക്രിമിനൽ ആരാണെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഓതാറുണ്ട്. എന്തേ നമ്മൾക്ക് ഇതിൽ ബോധമില്ലാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് മാനസികമായ ആരോഗ്യം ലഭിക്കാൻ 5 കാര്യമാണ് ചെയ്യേണ്ടത്. അത് ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് കാര്യമില്ല, അതിൽ വലിയ നേട്ടൊന്നുമില്ല. ഖുർആൻ ഓതുമ്പോൾ അർത്ഥം ആലോചിച്ചു. അർത്ഥം അറിയില്ല, അതാ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഏത് സൂറത്ത് യാസീനിന്റെ പരിഭാഷ വേണം, പരിഭാഷയാണ് കുഴപ്പം. ചിദാനന്ദ എന്നല്ല അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഖുർആൻ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ കൊടുത്തു. ഞാൻ പറയട്ടെ, ഇതിന് ആരാ ഉത്തരവാദി? മുൻകാല പണ്ഡിതന്മാര് നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ പരിഭാഷപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഖുർആനെ നിങ്ങൾ പരിഭാഷപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് വെറുതെയല്ല. അപ്പൊ ആളുകൾ നെറ്റിച്ചുളിച്ചു, ഖുർആൻ പഠിക്കരുത് എന്നാണോ പറയുന്നത്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നിങ്ങളോടാണിത് പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഇന്ത്യയിൽ നിന്ന് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിലേക്ക്. ഒരു സ്വാമിയുടെ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയൂല. ഇവിടെ പരിഭാഷകരെയാണ് ഞാൻ കുറ്റം പറയുക. കാരണം പരിശുദ്ധമായ ഖുർആനിലുണ്ട് എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്ന്. ഖുർആനിന്റെ മലയാളത്തിലുള്ള പരിഭാഷകളിൽ കൊടുക്കുന്നത് എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്നാണ്. ഇത് വായിക്കുന്ന ഒരാൾ എന്താണ് വിചാരിക്കുക? ഇത് വായിക്കുന്ന ഒരു മുസ്ലിം അമുസ്ലിം എന്താ വിചാരിക്കുക? ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നല്ലേ? അങ്ങനെയാണ് ഇതിലുള്ളത്. നിങ്ങളെ കൊല്ലുന്നത് പോലെ നിങ്ങൾ അവരെയും കൊല്ലണമെന്ന് ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം മലയാള പരിഭാഷ വാങ്ങി വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത് ഖുർആൻ ഒരു ഭീകരവാദത്തിന്റെ വർഗീയവാദത്തിന്റെ ഗ്രന്ഥമാണെന്നാണ്. മുസ്ലിമീങ്ങളായ ആളുകളെ, ബഹുദൈവ വിശ്വാസികളെ വധിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഭാഷാർത്ഥമാണത്. ഇതുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകൾ നിങ്ങൾ ഖുർആൻ തഫ്സീർ ചെയ്യരുത്, മലയാളത്തിലേക്ക് പരിഭാഷ നടത്തരുത് എന്ന് പറഞ്ഞത്. എന്തേ കാരണം? അതിനുള്ള സാഹചര്യം അതിൽ രേഖപ്പെടുത്തുന്നില്ലല്ലോ. എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്ന് പറയുന്ന രംഗത്തിൽ എന്താ സാഹചര്യത്തിലാണ് ആയത്തിറങ്ങിയത്? അത് പറഞ്ഞാലല്ലേ ആരെ കുറിച്ചാണ് ആയത്തിറങ്ങിയതെന്ന് മനസ്സിലാവുള്ളൂ. മനസ്സിലാക്കണം. നിങ്ങളിത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബഹുദൈവ വിശ്വാസികളായ ആളുകളെ എവിടെ കണ്ടാലും കൊല ചെയ്യപ്പെടണമെന്ന ഖുർആനിന്റെ ആയത്ത് അവിടെ അർത്ഥം അതേപോലെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയാൽ ഇത് വായിക്കുന്ന അമുസ്ലിമീങ്ങൾ പേടിച്ചു പോകൂലേ? സത്യത്തിൽ അങ്ങനെയാണോ പറഞ്ഞത്? അമുസ്ലിമീങ്ങളെ വധിക്കാനാണോ പറഞ്ഞതല്ല. പിന്നെ അത് മനസ്സിലാവണമെങ്കിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങളുടെ തഫ്സീർ വായിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ, ജലാലൈനി പോലെ സുയൂത്തി ഇമാമിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ തഫ്സീർ വായിക്കുമ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് അല്ലാഹു അങ്ങനെ പറഞ്ഞത്, ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇത് ഞാൻ പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ മുസ്ലിമീങ്ങളെ വെട്ടിക്കൊല്ലാൻ എവിടെയും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിലുള്ള ആശയങ്ങൾ എന്താണ്? പിന്നെ അതിലുള്ള വാക്കുകൾ എന്താണ്? അത് ആരെ കുറിച്ചാണെന്ന് മനസ്സിലാക്കണം. 13 വർഷക്കാലം 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ മക്ക മണലാരുണ്യത്തിൽ ജനിച്ച നാടിൽ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്തിയപ്പോ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹു ഏകനായ ആരാധക, ഏകനായ റബ്ബാണ്,
ഞാൻ അള്ളാഹുവിന്റെ നബിയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചിറക്കിയ ബഹുദൈവ വിശ്വാസികളുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് മഹതിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യനാളങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ടുകൾ കുത്തിക്കയറ്റിയിട്ട് വളരെ ക്രൂരമായി കൊല ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ വലിച്ചു കൊണ്ടുപോയത്. നഗ്നനായി വലിച്ചു കൊണ്ടുപോയി വെള്ളം വേണമെന്ന് പറയുമ്പോ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തതും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് ഹബ്ബാബ് തങ്ങൾ തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങളെ, ഇങ്ങനെയുള്ള ആളുകൾ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞു. അവരെ ദ്രോഹിച്ചിട്ടില്ല, അവരെ വേദനിപ്പിച്ചിട്ടില്ല, അവർക്ക് യാതൊരു പോറലും ഏൽപ്പിച്ചിട്ടില്ല. പാവങ്ങളായ മുസ്ലിമീങ്ങളെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും വധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് ഒന്നും പോരാഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുകയാണ്. അപ്പോഴൊക്കെ മക്കക്കാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഞങ്ങൾ അവരോട് തിരിച്ചക്രമിക്കട്ടെ, ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ടടിച്ചോട്ടെ, ഇങ്ങോട്ട് വെട്ടുമ്പോ അങ്ങോട്ടും വെട്ടിക്കോട്ടെ. നബി തങ്ങൾ പറഞ്ഞു, അരുത്, വെട്ടരുത്, സമയമായിട്ടില്ല, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. 13 വർഷക്കാലം മഹാന്മാരായ സ്വഹാബാക്കൾ സഹിക്കുകയാണ്. എന്നിട്ടോ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ച് എന്നിട്ട് അവിടെ സുഖമായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അവിടേക്കും വരികയാണ് മക്കക്കാരായ ബഹുദൈവ വിശ്വാസികൾ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബുമായി ഹുദൈബിയിൽ വെച്ചൊരു സന്ധിയുണ്ടായി, ഒരു കരാറുണ്ടായി. ഈ കരാർ ലംഘിച്ച ആളുകളെ എവിടെ കണ്ടാലും കൊല ചെയ്യണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. പക്ഷേ ഇത് മലയാള പരിഭാഷയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂല. ഇത് കാണണമെങ്കിൽ തഫ്സീറുകൾ എടുത്തു നോക്കണം. അതുകൊണ്ടാണ് മഹാന്മാരായ ശംസുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തരുത്. ഈ പരിഭാഷ വായിച്ചതാണ് ചിദാനന്ദ സ്വാമിയുടെ പ്രശ്നം, ഈ പരിഭാഷ വായിച്ചതാണ് ബിദ്അത്തുകാരുടെ പ്രശ്നം. അല്ല എന്ന് പറയാൻ പറ്റോ? ഈ പരിഭാഷ കൊണ്ട് ദീനിനെ മനസ്സിലാക്കാൻ പറ്റൂല, ഈ പരിഭാഷ കൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ മുസ്ലിം സഹോദരങ്ങളോട് പറയട്ടെ, ഖുർആനിലുള്ള ഭാഗങ്ങൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങളെ വധിക്കാനല്ല, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ വധിക്കാനുള്ള പ്രഖ്യാപനങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ എന്തേ GCC രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്തേ കൊല നടക്കാത്തത്? UAE-യിൽ മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, സൗദിയിൽ മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, ഖത്തറിലും ഒമാനിലും മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ. അവര് മതസ്പർദ്ധ ഉണ്ടാക്കരുത്, എല്ലാ മതക്കാർക്കും അമ്പലമുണ്ടാക്കാൻ നേതൃത്വം നൽകിയത് ദുബൈയുടെ ഭരണാധികാരിയല്ലേ? ദുബായിൽ ഒരു അമ്പലം നിർമ്മിക്കാൻ, ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സഹായിച്ചത് ദുബായിയുടെ UAE-യുടെ ഭരണാധികാരിയാണല്ലോ. അതെങ്ങനെയാണ് സംഭവിച്ചത്? മുസ്ലിമീങ്ങളെ വെട്ടിക്കൊല്ലാനാണ് ഖുർആൻ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രത്തിൽ ഒരു അമ്പലം ഉണ്ടാകുന്നത്? നിങ്ങളോട് ഞാൻ പറയട്ടെ, ഖുർആനിന്റെ മലയാള പരിഭാഷ കൊണ്ട് ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കരുത്. ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആനിന്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണം. മഹാന്മാരായ സ്വഹാബാക്കളും താബിഈങ്ങളും രേഖപ്പെടുത്തിയ ഖുർആനിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വളരെ വിശദമായി വ്യക്തമാക്കുന്ന തഫ്സീറുകൾ വായിക്കണം. എന്നാലേ ഈ പറഞ്ഞതെന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിദ്അത്തുകാർക്ക് പറ്റിയ അമളി അതാണ്, ബിദ്അത്തുകാർക്ക് പറ്റിയ പ്രശ്നം അതാണ്. അവരാണ് ഖുർആനിന്റെ പരിഭാഷകൾക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഖുർആനിന്റെ ആയത്ത് വായിച്ചപ്പോൾ അവർ തെറ്റിദ്ധരിക്കാനുണ്ടായ കാരണം. മുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാൽ അവരോട് നിങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്തോളൂ എന്നാണ് അതിന്റെ കൽപ്പന. അത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. 13 വർഷങ്ങൾക്ക് ശേഷം. ഞാൻ ആ വിഷയത്തിലേക്ക് വന്നത് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതുന്ന ആയത്താണല്ലോ. ആരാണ് ഏറ്റവും വലിയ അക്രമൻ? പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ ഇതെനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ, അവനെക്കാളും വലിയ ക്രിമിനൽ ആരാണ്? അവൻ ഏറ്റവും വലിയ ക്രിമിനലാണെന്ന്
പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഞാൻ എന്റെ വാക്കല്ല, കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന വാക്കല്ല, കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന പ്രഖ്യാപനമല്ല. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ ആഴ്ച തോറും അല്ലാഹു ഓതാൻ പറഞ്ഞത് വെറുതെയല്ല, നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ബോധമുണ്ടാവാനാണ്. എന്നിട്ടും നമ്മൾക്ക് ബോധമില്ല. എന്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഖുർആനിന്റെ ക്ലാസുകൾ ഇവിടെ മാസം തോറും ആഴ്ച തോറും ഖുർആനിന്റെ ക്ലാസുകൾ ഉണ്ടാകുമ്പോ ആരാണ് ആ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? ആർക്കാണ് ആ ക്ലാസ്സിനോട് താല്പര്യം? അല്പം ചില ഉമ്മമാർ, ഇരിക്കാൻ കിടക്കുന്ന അല്പം ചില വയസ്സന്മാർ. ചെറുപ്പക്കാരാ, നിങ്ങൾക്കിത് പഠിക്കേണ്ടേ? എന്റെ സഹോദര ചെറുപ്പക്കാരികളെ, നിങ്ങൾക്കിത് പഠിക്കേണ്ടേ? ഇത് പഠിക്കാത്തത് കൊണ്ടാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് ഈ കാണുന്ന ആഭാസങ്ങൾ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സമയം ഖുർആൻ പഠിക്കാനാവട്ടെ, ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തണം. ഇത് പഠിച്ചാൽ മാത്രം മതിയോ? തജ്വീദിന്റെ നിയമപ്രകാരം ഓതണ്ടേ? യാസീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധമായ ഖുർആൻ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് ഓതാലോ. ചില ആളുകൾ ഓതുന്നത് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, ഇത് കഴിഞ്ഞിട്ട് 100 ഇസ്തിഗ്ഫാർ. പടച്ചോനെ എന്റെ യാസീൻ തെറ്റിപ്പോയി, അസ്തഗ്ഫിറുല്ലാഹ്. അതാണ് നമ്മുടെ ഖുർആനോത്ത്. ഖുർആനോദിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട അവസ്ഥയാണ് ഇന്നത്തെ ഖുർആനോത്ത് ഭൂരിഭാഗവും. അതാണ്, അതുകൊണ്ടാണ് ആ ഒരു എഫക്ട് നമ്മുടെ ജീവിതത്തിൽ കാണാത്തത്. അള്ളാഹു പറഞ്ഞത് എന്താ? അർത്ഥമാലോചിച്ച് ഖുർആനോതുന്ന ആളുകൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയേ ഇല്ല. പെണ്ണുങ്ങളെ, എന്റെ സഹോദരിമാരെ, നിങ്ങളോട് പറയട്ടെ, വീട്ടിൽ സംതൃപ്തി ഉണ്ടാവാൻ, വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ അള്ളാഹു പറഞ്ഞ വിഷയമാണ് വീട്ടിൽ ഖുർആൻ ഓതട്ടെ. എന്റെ ഖുർആനിൽ നിന്ന്, എന്റെ ദിക്റിൽ നിന്ന്, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത് അവർക്കാണ് വല്ലാത്ത പ്രയാസമുള്ള ജീവിതം അള്ളാഹു നൽകുന്നത്. അവരുടെ ജീവിതം കുദുസായ ജീവിതമാണ്. അവരുടെ മാനസികമായ സംതൃപ്തി ലഭിക്കൂല. അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിത്. ചെറുപ്പക്കാരാ, അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിത്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു ആബിദായ ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ വർഷങ്ങളായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വർഷങ്ങളായി ഞാൻ പാപം ചെയ്യുന്നുണ്ടല്ലോ, വലം തുആഖിബ്നീ, എന്നെ നീ ശിക്ഷിക്കുന്നില്ലല്ലോ, വർഷങ്ങളായി തെറ്റ് ചെയ്യുന്ന എന്നെ നീ എന്തേ ശിക്ഷിക്കാത്തത്? മനസ്സിലാകുന്നുണ്ട്? എനിക്കറിയില്ല മനസ്സിലാകുന്നുണ്ടോ. അവിടെ ആ ബിൽഡിംഗിൽ തട്ടിയിട്ട് ഇത് റിഫ്ലക്ട് ആവുന്നുണ്ട് ശബ്ദം. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയാം. തിരിയുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ട്. സ്പീഡ് കൂട്ടിയത് സമയം കുറച്ചാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആളില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പ്രസംഗിക്കാം. നിങ്ങൾ സംഘാടകർ മാറ്റി വൈകി 9:45 വരെ എത്തിച്ചു. ഞാൻ 11 മണി വരെ പ്രസംഗിക്കുമെന്ന് എന്നെ വിളിച്ച റമീസിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോവാൻ 10:30 സമയം. ഇനി ശ്രദ്ധിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേഗത്തിൽ പോവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഖുർആൻ ഓതണം. ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന വീടുകളിലേക്ക് അല്ലാഹു മലക്കുകൾ ഇറക്കി തരും. പിശാചുകൾ അല്ലാഹു അവിടെ നാട്ടി ഓടിക്കും. ഒരു പിശാച് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? പിശാചിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും നന്നായി പിശാച് ശ്രമിക്കുന്നത് സ്വതക്ക കൊടുക്കുന്ന ആളുകളെ തടയാനല്ല, നിസ്കരിക്കുന്ന ആളുകളെ തടയാനല്ല, ഖുർആൻ ഓതുന്ന ആളുകളെ തടയാനല്ല. പിശാച് ഏറ്റവും നന്നായി ശ്രമിക്കുന്നത് 2 പേർ ഐക്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയാനാണ്. ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനിടയിൽ അനൈക്യത്തിന്റെ വിത്ത് വിതറാനാണ് പിശാച് ശ്രമിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ അടവതാണ്. അങ്ങനെയാണ് പിശാച് ഒരു സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുക. പിശാചിന്റെ നേതാവ് ഇബ്ലീസ്, പിശാചിന്റെ മുതിർന്ന നേതാവ് പിശാചിനെ പറഞ്ഞേക്കുമത്രേ, എന്തെങ്കിലും തിന്മകൾ സമുദായത്തിൽ ഉണ്ടാക്കി വരണേ, നന്മ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ട് വരണേ എന്ന് പറഞ്ഞിട്ട് 100 കണക്കിന് കുട്ടിപ്പിശാചുകളെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ്. അപ്പോഴാണ് ഓരോ പിശാചുകൾ ഓരോന്ന് ചെയ്യുന്നത്. നിസ്കരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് നിസ്കാരത്തിൽ നിന്ന് മാറ്റി കാഞ്ഞങ്ങാട് ടൗണിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചാണ്. സ്വതക്ക കൊടുക്കാൻ വിചാരിച്ച്, സ്വതക്ക നൽകാൻ വിചാരിച്ച് പള്ളിയിലേക്ക് വന്നതാണ്, വാലിന് വന്നതാണ്. അപ്പോഴേക്കും അവന്റെ മനസ്സ് മാറ്റിയത് പിശാചാണ്.
നോമ്പ് നോക്കാൻ വിചാരിച്ച ഒരാൾ രാവിലെ ആയപ്പോൾ മടിത്തോന്നി നോമ്പ് ഒഴിവാക്കിയതിന് കാരണവും പിശാചാണ്. പിശാചുകൾ വൈകുന്നേരങ്ങളിൽ ഇബ്ലീസിന്റെ നേതാവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഓരോ ആളുകൾ കടന്നു വരുമ്പോ അവരുടെ പിതാവ് ചോദിക്കുകയാണ്, ഇന്ന് നീ ചെയ്തതെന്താ? അപ്പോഴാണ് ഒരാൾ പറയുന്നത്, നിസ്കരിക്കാൻ പോകുന്ന ഒരാളെ നിസ്കാരത്തിൽ നിന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്താ ചെറിയ വിഷയല്ലേ, നീ പോയിക്കോന്ന് പറയും. അടുത്ത ആള് വന്നു, സദഖ നൽകാൻ വിചാരിച്ച ഒരാളെ സദഖ നൽകുന്നതിൽ നിന്ന് ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പിറ്റി കേസല്ലേ, നീ വിട്ടോ. അങ്ങനെ ഓരോ ആളുകൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞു മാറി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടിപ്പിശാച്ച് വരുന്നത്. ആ പിശാച്ച് പറയുന്നത്, മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പിന്റെ വിത്ത് വിതറിയിട്ടാണ് ഞാൻ വരുന്നത്. പ്രശ്നമാകും, അടിയാകും, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന രീതിയായപ്പോ ഞാൻ അവിടെ നിന്ന് വേഗം വന്നതാണ്. സാബാഷ്, വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഒരു പിശാച്ച് ശ്രമിക്കുന്നത് ഐക്യമുള്ള സ്ഥലങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ്. വീട്ടിൽ പിശാച്ചുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും നേരെ ഉണ്ടാവൂല. മക്കളുടെയും ഉമ്മയുടെയും ഇടയിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അതുകൊണ്ട് പിശാച്ചിനെ ആട്ടാൻ എന്റെ സഹോദരിമാരെ നിങ്ങൾ ശ്രമിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ്. ഖുർആൻ ഓതുന്ന വീട്ടിൽ പിശാച്ചുണ്ടാവൂല. അത് ഏത് ഓത്താണ്, ഏത് പാരായണമാണ്? ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള പാരായണം തജ്വീദിന്റെ നിയമപ്രകാരം ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ഓതണേ. വെറുതെ ഓതിവിട്ടിട്ട് കാര്യമില്ല, വെറുതെ ഓതിവിട്ടിട്ട് കാര്യമുണ്ടാവൂല. അത് പഠിക്കണം എന്റെ സഹോദര. പഠിക്കാനുള്ള സമയം കണ്ടെത്താം. അത് പഠിക്കാനാണ് ഈ വാലിന്റെ സദസ്സുകള്, അത് പഠിക്കാനാണ് ഈ ഖുർആനിന്റെ ക്ലാസുകള്, അത് പഠിക്കാനാണ് ഇഷ്ടം പോലെ സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. എന്റെ നമ്മൾക്ക് പഠിക്കാത്തത്, ബാക്കിയുള്ളത് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. വീട്ടിലുള്ള ഉമ്മമാർ കുക്കറീഷ കാണാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടല്ലോ. മേക്കപ്പ് സംവിധാനങ്ങൾ യൂട്യൂബിലൂടെ കാണാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് സമയം കിട്ടുമ്പോ എന്തോ ഒരു സൂറത്ത് യാസീനിനെ കുറിച്ച്, സൂറത്ത് മുൽക്കിനെ കുറിച്ച്, സൂറത്ത് വാഖിയെ കുറിച്ചുള്ള വാലുകൾ ക്ലാസുകൾ നമ്മൾ കേൾക്കാത്തതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന അപജയത്തിന്റെ കാരണങ്ങള്. അതുകൊണ്ടാണ് കളികൾക്ക് പിന്നാലെ ചെറുപ്പക്കാര് പോകാൻ തുടങ്ങിയത്. നമ്മുടെ ഉമ്മമാർക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. ഖുർആൻ ഓതുന്ന മക്കളെ ഉമ്മമാരെയാണോ മക്കൾ കാണുന്നത്? സിനിമ കാണുന്ന ഉമ്മമാരെയാണോ? ഖുർആൻ ഓതുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, അല്ലാഹുവിനെ പേടിയുള്ള ഉമ്മമാരെയാണോ? അല്ല തോന്നിവാസം കാട്ടുന്ന സീരിയലും സിനിമയും കാണുന്ന ഉമ്മമാരെയാണോ ഇന്നത്തെ മക്കൾ കണ്ടുവളരുന്നത്? ആരെയാണോ കണ്ടുവളരുന്നത് അതുപോലെയാണ് മക്കൾ വളരുക. എന്നാൽ ആ മക്കളെ നിയന്ത്രിക്കാൻ ഉമ്മമാരെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ചെറുപ്പകാലത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുന്ന മുലക്കുടി പ്രായത്തിൽ തന്നെ മക്കൾ കേൾക്കേണ്ടത് ഖുർആനിന്റെ ആയത്തുകളാണ്. ഗർഭിണിയായ അവസ്ഥയിൽ സിനിമ കണ്ട്, സിനിമ പാട്ട് കേട്ട്, ആഭാസങ്ങൾ കണ്ടിട്ടല്ല നിങ്ങൾ സമയം കളയേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടാണ് സമയം കണ്ടെത്തേണ്ടത്. ഗർഭിണികളായ ഉമ്മമാര് ഖുർആൻ ഓതിയാൽ ആ പിഞ്ചു പൈതങ്ങൾ ഖുർആനിനെ മനസ്സിലാക്കും. അതുപോലെ മുലപ്പാല് നൽകുന്ന സമയങ്ങളില് ആ കുട്ടിയുടെ ചെറുപ്പകാലങ്ങളിൽ ഖുർആൻ ഓതുന്ന ഉമ്മയെയാണ് കണ്ടു വളരുന്നതെങ്കിൽ ആ മക്കളെ വഴിപെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ അവർക്ക് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. അവരുടെ കച്ചവടം നഷ്ടമാവൂല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം പകുതിയിലാക്കി വെച്ചിട്ടുണ്ട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ ഒരുപാട് കാലം അല്ലാഹുവിനെ ആരാധിച്ചൊരു മഹാനാണ്. അയാൾ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഞാൻ ഒരുപാട് കാലമായി നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്നോട് ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിന്നോട് ഞാൻ മോശമായി പെരുമാറുന്നുണ്ടല്ലോ. വലം തുആഖിബ്നി, എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ, എന്നിട്ടും നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. നമുക്കൊക്കെ ആ ചിന്തയില്ലേ, ഞാൻ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹു എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ ഇല്ലേ? ആർക്കാ വിശ്വാസമില്ലാത്ത? നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റ് അള്ളാഹു ശിക്ഷിക്കാൻ നിന്ന ഒരു ദിവസം നമ്മൾ ജീവിക്കോ? ഒരു ദിവസം നമ്മൾ ഉണ്ടാവും. അദ്ദേഹം പറയാണ്, അല്ലാഹുവേ, വർഷങ്ങളായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ട്, നീ എന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ. അല്ലാഹു പറഞ്ഞു, നീ ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാൻ ശിക്ഷ നൽകുന്നുണ്ട്. നീ തെറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വകൈഫ യാ അല്ലാഹ്, എങ്ങനെയാണ് നീ ശിക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നീ നിസ്കരിക്കാറുണ്ടല്ലോ, നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ നിനക്ക് ടേസ്റ്റ് ലഭിക്കുന്നുണ്ടോ?
രാത്രി സമയങ്ങളിൽ സെവൻസും ഫൈവ്സും ഫുട്ബോളുകൾ ഫെഡ്ലൈറ്റും കാണാൻ പോകുന്ന ഒരു മാധുര്യമുണ്ടല്ലോ. വീട്ടിലിരുന്നിട്ട് IPL കാണുമ്പോഴുണ്ടാകുന്ന ഒരു രസമുണ്ടല്ലോ. എല്ലാ രാത്രികളിലും 7:30 കാത്തിരുന്ന് സീരിയൽ കാണാൻ നമ്മുടെ ഉമ്മമാരെ നിങ്ങൾക്കൊരു മാധുര്യമുണ്ടല്ലോ. സിനിമ കാണുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. റിയാലിറ്റി ഷോകൾ കാണുമ്പോഴുള്ള ഒരു രസമുണ്ടല്ലോ. ആ ഒരു രസം നിങ്ങൾക്ക് ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്നുണ്ടോ? ആ ഒരു രസം നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? കാമുകിമാരോട് സംസാരിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും അവരുമായിട്ട് കോൺഫറൻസ് നടത്തുമ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാധുര്യം നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ ബനൂ ഇസ്രായേലിലെ ആബിദിനോട് അല്ലാഹു ചോദിച്ചു, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് മാധുര്യം ലഭിക്കുന്നുണ്ടോ? നിസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു രസം തോന്നുന്നുണ്ടോ? ഇല്ല റബ്ബേ, ഇല്ല, എനിക്കങ്ങനെ ഒരു മാധുര്യം ലഭിക്കുന്നില്ല. അല്ലാഹു പറഞ്ഞത്, നീ ചെയ്യുന്ന തെറ്റ് കാരണത്താൽ, നീ ചെയ്ത പാപം കാരണത്താലാണ് നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഞാൻ രസം തരാത്തത്, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഞാൻ മാധുര്യം തരാത്തത് നീ ചെയ്ത തെറ്റ് കാരണത്താലാണെന്ന് അല്ലാഹു ആ ബനൂ ഇസ്രായേൽക്കാരനോട് പറയുമ്പോ, ആരുടെ നിസ്കാരത്തിലാ മാധുര്യമുള്ളത്? ആരുടെ ഖുർആനോത്തിലാണ് മാധുര്യമുള്ളത്? ആർക്കാണ് ദിക്ർ ചൊല്ലുമ്പോൾ, വാല കേൾക്കുമ്പോൾ, സിനിമ കാണുന്ന, സിനിമ കേൾക്കുന്ന മാധുര്യം ആർക്കാണ് ലഭിക്കുന്നത്? അത് വെറുതെയല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാരായ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ വളർത്തുമ്പോൾ 3 കാര്യമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. 1, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ. 2, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ. പാണക്കാട് തങ്ങന്മാർ, മറ്റുള്ള സയ്യിദന്മാർ, മറ്റുള്ള സാദാത്യങ്ങൾ എന്ന് സയ്യിദന്മാർക്ക് നൽകേണ്ട ബഹുമാനം ഈ ജനറേഷൻ നൽകുന്നുണ്ടോ? ഈ തലമുറ നൽകുന്നുണ്ടോ? 20 വയസ്സ് കഴിഞ്ഞു അതിന്റെ താഴോട്ടുള്ള ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കലാണ് നല്ലത്. 20 വയസ്സിന്റെ താഴെയുള്ള ചെറുപ്പക്കാർ ന്യൂ ജനറേഷനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 20 കഴിഞ്ഞ ആളുകൾ അല്പം പോലും കുഴപ്പമില്ല, അവർ എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. എത്രയോ നല്ല ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഒരു 20 താഴെയുള്ള ആളുകൾ ഭൂരിഭാഗവും പറഞ്ഞാൽ കേൾക്കാത്ത, എവിടെ വാലിന് പോയാലും, ഏത് സ്ഥലത്ത് വാലിന് പോയാലും സംഘാടകർ പറയുന്നത്, ഉസ്താദേ, ചെറിയ ചെറിയ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്കനുസൃതമായിട്ടുള്ള വാല് പറയണം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കാണിച്ചു തരാൻ പറ്റുമോ? 20ന്റെയും ഒരു 10ന്റെയും ഇടയിലുള്ള കുട്ടികൾ എവിടെയുണ്ട്? 20ന്റെയും 10ന്റെയും ഇടയിലുള്ള കുട്ടികൾ എവിടെ? അവര് ബസ് സ്റ്റാൻഡിലാണ്, അവര് ക്ലബിലാണ്, അവര് വീട്ടിലാണ്, അവരങ്ങാടിയിലാണ്. അവർക്ക് വാലിനോട് താല്പര്യമില്ല, അവർക്ക് നന്മയോട് താല്പര്യമില്ല. ഞാൻ പറയട്ടെ, അതിന് ഉത്തരവാദി ഉമ്മമാരാണ്, പഴയകാല ഉമ്മമാര്. അവരുടെ ആ പഴയ കാലത്തുള്ള ദീനീ ചൈതന്യം മക്കളിലേക്ക് പകർത്തിയപ്പോ ഈ ന്യൂജൻ ഉമ്മമാർ, പുതിയ കാലത്തെ ഉമ്മമാര് മക്കൾക്ക് പഠിപ്പിക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്കുമാണ്. മക്കൾക്ക് പഠിപ്പിക്കുന്നത് മൊബൈലിന്റെ സംവിധാനങ്ങളാണ്, മോഡേൺ സംവിധാനങ്ങളാണ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്. ആ ഉമ്മമാർക്കനുസരിച്ചിട്ടാണ് മക്കള് മാറുന്നത് എന്ന് മറക്കരുത്, മക്കള് മാറുന്നത് എന്ന് മറക്കരുത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, കുടുംബ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, ഐക്യമുണ്ടാവാൻ, അസ്വാരസ്യങ്ങളില്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന ആളുകൾ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കച്ചവടമാണ് നൽകുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖ് തങ്ങളും ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണല്ലോ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നല്ല മൂർച്ചയുള്ള കല്ലുമായി ഓടി വരുന്നത്, മൂർച്ചയുള്ള കല്ലുമായി മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി ഓടി വരുന്നത്. മുഹമ്മദ് നബി ഇരിപ്പുണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഇരിപ്പുണ്ട് റളിയല്ലാഹു അൻഹു. എന്നിട്ട് രണ്ടുപേരുടെയും സമീപത്തെത്തിയിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ആയാ അബൂബക്കർ ഐന സാഹിബുക, അബൂബക്കറേ, നിന്റെ ചങ്ങാതി എവിടെ? എവിടെ നിന്റെ ചങ്ങാതി? എന്ത് പറ്റി? എന്റെ ചങ്ങാതി എന്നെ പരിഹസിച്ചല്ലോ, എന്റെ ചങ്ങാതി എന്റെ കുടുംബത്തെ പരിഹസിച്ചല്ലോ, എന്റെ ഭർത്താവിനെ ഇകഴ്ത്തിയല്ലോ, എന്റെ മക്കളെ നിന്ദിച്ചല്ലോ. എന്ത് പറ്റി? ആരാണ് പറഞ്ഞത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. എന്താണ് പറഞ്ഞത്? എന്റെ ഭർത്താവ് നശിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ നശിച്ചു എന്നല്ല പറഞ്ഞത്, എന്റെ സമ്പാദ്യം, എന്റെ മക്കൾ നശിച്ചു എന്നല്ല പറഞ്ഞത്, നിന്റെ
നിന്റെ ചങ്ങാതിയായ മുഹമ്മദ് എന്നെയും എന്റെ ഭർത്താവിനെയും ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആരാണെന്നറിയോ? ഈ നാട്ടിലെ നേതാവാണ് ഞാൻ, ഈ നാട്ടിലെ ഏറ്റവും ഉന്നതമായ തറവാട്ടുകാരിയാണ് ഞാൻ. നിന്റെ ചങ്ങാതിയോട് പറഞ്ഞേക്ക് കളി എന്നോട് വേണ്ട എന്ന്, എന്നോട് കളി വേണ്ട എന്ന് പറഞ്ഞേക്ക്. ഞാൻ മുഹമ്മദിനെ കുത്തിക്കൊല്ലാൻ കല്ലുമായി വന്നതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ പതുക്കെ പറയാണ്, നബിയേ കാര്യം കഷ്ടമാണല്ലോ, കാര്യം കഷ്ടമാണല്ലോ, ഈ പെണ്ണ് വല്ലാത്ത ദോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ അവൾക്ക് എന്നെ കാണാൻ പറ്റൂല, സിദ്ദീഖേ അവൾക്ക് എന്നെ കാണാൻ കഴിയൂല. പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല, അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ടില്ല. എന്തേ കാണാത്തത്? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. ഖുർആൻ ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്താൽ അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്, നിങ്ങളുടെയും ശത്രുക്കളുടെയും ഇടയിൽ ഒരു മറയിട്ട് തരാം. വധിക്കാൻ വരുന്ന ശത്രുവിനെ നിന്നെ കാണാൻ പറ്റൂല. ഖുർആനിന്റെ വാഗ്ദാനമാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹുവിന്റെ വാഗ്ദാനം അല്ലാഹു തള്ളിക്കളയൂല. അല്ലാഹു ഒരു കരാർ നൽകിയാൽ, അല്ലാഹു ഒരു വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവനല്ല പടച്ച റബ്ബ്. ആ റബ്ബ് പറയാണ്, ആ അല്ലാഹു പറയാണ്, ചെറുപ്പക്കാരാ, വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ അധികരിക്കുമ്പോ, വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമ്പോ, മതസ്പർദ്ധയുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് വേണ്ടി ചില ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ ഗൂഢമായ തന്ത്രങ്ങൾ മെനയുമ്പോ ഏത് സമയത്തും ആരുടെ കഴുത്തും വെട്ടപ്പെട്ടേക്കാം, ആരെയും കൊലപ്പെടുത്തിയേക്കാം എന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം വേണോ? അള്ളാഹുവിന്റെ സംരക്ഷണം വേണോ? അതിനൊരു പരിഹാരം അള്ളാഹു പറഞ്ഞത് വഇദാ ഖറഅതൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് പോലെ ഓതിയാൽ. എങ്ങനെയാണ് ഓതേണ്ടത് പോലെ ഓതൽ? വറത്തിൽ ഖുർആന തർതീല. ഖുർആൻ ഓതേണ്ടത് പോലെ ഓതുക എന്ന് പറഞ്ഞാൽ അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം ഓതണം, വളരെ ഭംഗിയായി ഓതണം. ചില ആയത്തുകൾ അർത്ഥമാലോചിച്ച് ഓതേണ്ട ആയത്തുകൾ അർത്ഥമാലോചിച്ച് തന്നെ ഓതണം. അതുകൊണ്ടാണ് സ്വഹാബാക്കളിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ നബിയേ, ഞാൻ ഖുർആൻ ഓതാനുള്ള കഴിവെനിക്കുണ്ട്. ഞാൻ മാസത്തിൽ എത്ര തവണയാണ് ഞാൻ ഓതുന്നത്? എങ്ങനെയാണ് ഞാൻ ഓതേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാസത്തിൽ ഒരു തവണ ഒരു ഖത്തം തീർക്കണം. ഒരു തവണ ഒരു ഖത്തം. എത്ര ആളുണ്ട് ഇവിടെ തീർക്കുന്നവർ? ഒരു തവണ ഒരു ഖത്തം. ഒരു ജുസ് അല്ല, ഒരു പേജ് അല്ല, ഒരു ഖത്തം. എത്ര ആളുകളുണ്ട് ഓതി തീർക്കുന്നവർ? സ്വഹാബി പറഞ്ഞു, കേൾക്കൂ എന്റെ സഹോദര, സ്വഹാബി പറഞ്ഞു, ഒരു ഖത്തമോ ഒരു മാസത്തിൽ അതിനേക്കാളൊക്കെ വേഗത്തിൽ എനിക്ക് ഓതി തീർക്കാൻ പറ്റും നബിയെ. അതിനേക്കാൾ ചുരുങ്ങിയ ദിവസം പറഞ്ഞു തരൂ. എന്നാൽ 15 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കണം. 15 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കണം. 15 ദിവസത്തിൽ ഒരു ഖത്തമോ? അതിനേക്കാളൊക്കെ വേഗത്തിൽ എനിക്ക് ഓതാൻ പറ്റും. എന്നാ 10 ദിവസത്തിൽ തീർത്തോ? 10 ദിവസത്തിൽ ഒരു ഖത്തം. അതൊന്നുമല്ല, അതിനേക്കാളും വേഗത്തിൽ എനിക്ക് ഓതാൻ പറ്റും. നബി തങ്ങൾ പറഞ്ഞു, ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുമോനെ? സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരാഴ്ചയിൽ ഒരു ഖത്തമല്ല, അതിനേക്കാളും ഒരാഴ്ച 2 ഖത്തമെങ്കിലും ഓതാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ മറുപടി കേൾക്ക് ചെറുപ്പക്കാരാ, മുത്തുനബി പറഞ്ഞ മറുപടി കേൾക്ക് സഹോദര, സഹോദരിമാരെ. നമ്മൾ എന്താ പറയാ? മാസത്തിൽ ഒരു ഖത്തം തീർക്കണം എന്ന് പറയുമ്പോ നബിയെ കൊല്ലത്തിൽ ഒന്നാക്കാൻ വല്ല വഴിയുണ്ടോ? അല്ലെ, നമ്മൾ എങ്ങനെയല്ല ചോദിക്കാ? മാസത്തിൽ ഒരു ഖത്തം ഓതണം ഉസ്താദെ, കൊല്ലത്തിൽ ഒന്നാക്കി തീർക്കാൻ വല്ല വഴിയുണ്ടോ? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? എക്സ്ക്യൂസ് ഉണ്ടോ? അത് നമ്മൾ ചോദിക്കുക. അവരെങ്ങനെയല്ല ചോദിച്ചത്? ആഴ്ചയിൽ 2 ഖത്തം തീർത്തോട്ടെ, ഒരു മാസത്തിൽ ഓൺലി 1 ജുസ്, ഒരു ജുസോ ഞാൻ ആഴ്ചയിൽ 2 തീർത്തോട്ടെ. നബിതങ്ങൾ പറഞ്ഞു, വേണ്ട, ആഴ്ചയിൽ 2 ഖത്തം തീർക്കണ്ട, ദിവസേന ഒരു ഖത്തം ഓതി തീർക്കണ്ട. കാരണം എന്തേ? ഓതുമ്പോൾ, ഇങ്ങനെ ഓതുമ്പോൾ വേഗത്തിൽ ഓതേണ്ടി വരും. വേഗത്തിൽ ഓതുമ്പോൾ അർത്ഥം ആലോചിച്ചില്ല എന്ന് വരാം. ഒരുപക്ഷെ അതിന്റെ
തജ്വീദിന്റെ നിയമപ്രകാരം തെറ്റിയേക്കാൻ, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടൂല. അപ്പൊ തെറ്റ് വന്നു പോകും. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ഖത്തം തീർത്താൽ മതി. ഒരു ദിവസത്തിലൊന്നു വേണ്ട, 4 ദിവസത്തിലൊന്നു വേണ്ട, 5 ദിവസത്തിലൊന്നു വേണ്ട, 6 ദിവസത്തിലൊന്നു വേണ്ട, ആഴ്ചയിൽ ഒരു ഖത്തം തീർത്താൽ മതി. അപ്പൊ സാവധാനം ഓതി അതിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി ഓതിയാൽ മതി. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധനവിധങ്ങൾ പഠിപ്പിച്ചു. ഈ ഓത്ത് ഓതിയാലാണ് ഞാൻ പറഞ്ഞ ഈ ഓഫർ കിട്ടുക. وإذا قرأت القرآن قرآن الله تبارك ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉമ്മമാരെ ഈ വാല് പറയുന്നത് നിങ്ങളോടാണ്. നിങ്ങളോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൈമാറേണ്ട സന്ദേശമാണിത്. എവിടെയാണ് നിങ്ങളുടെ മക്കൾ ഈ വാലിന്റെ സദസ്സിലെത്തിയിട്ടുണ്ടോ നിങ്ങളാണ് എത്തിക്കേണ്ടത്. വീട്ടിലേക്ക് വരുന്ന മക്കൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന ഉമ്മമാരെ, കുപ്പായം വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഉമ്മമാരെ, ദുനിയാവിന്റെ നരകത്തിൽ നിന്നാണ് നിങ്ങൾ മക്കളെ രക്ഷപ്പെടുത്തിയത്. ആഖിറത്തിലൊരു നരകമുണ്ട്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ല. ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ടത്, നരകത്തിലേക്ക് വീഴാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. കേൾക്കുന്നുണ്ടോ ഉപ്പമാരെ, ഉമ്മമാരെ? നിങ്ങൾ എന്താ വിചാരിച്ചത് തസ്ബീഹ് മാല പിടിച്ച് തഹജ്ജുദ് നിസ്കരിച്ച സ്വർഗ്ഗത്തിലെത്തുന്നോ? വിചാരിക്കണ്ട. ഇംപോസിബിൾ, അത് അസാധ്യമാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേ വേണ്ട. നിങ്ങൾ നന്നായ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു, മക്കൾ മോശമായി നിങ്ങൾ നന്നായ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു? ഇല്ലില്ല. കേൾക്കുവന്റെ സഹോദര, കേൾക്കുവന്റെ ഉമ്മമാരെ, നിങ്ങളൊരു ഹാജിയായിരിക്കാം, വർഷത്തിലൊരു ഉംറ, വർഷത്തിലൊരു ഹജ്ജ്, മാസങ്ങളൊരു ഖത്തം ഖുർആൻ എല്ലാം ഓതി കണ്ട വാലിന്റെ സദസ്സുകളിലൊക്കെ ഇരുന്നിട്ട് ഒരുപാട് നന്മ ചെയ്യുന്ന നിങ്ങൾക്ക്, ഒരുപാട് നന്മ ചെയ്യുന്ന നിങ്ങൾക്ക് നാളെ സ്വർഗം കിട്ടുന്നുള്ള ഉറപ്പ് വേണ്ട. എന്റെ കാരണം ഒന്ന് മാത്രമാണ്, മക്കളെ വളർത്തുന്നതിൽ വീഴ്ച പറ്റിയാൽ സ്വർഗം പ്രതീക്ഷിക്കേ വേണ്ട. 15 വയസ്സ് വരെയാണ് മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു സമയം തന്നത്. 15 വയസ്സ് വരെ, 15 വയസ്സ് വരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ട് ആ സമയത്ത് സംസ്കാരവും ദീനും പഠിപ്പിക്കാതെ ഭൗതികതയുടെ പിന്നാലെ നമ്മുടെ മക്കളെ കൊണ്ടുപോകുമ്പോൾ ആ മക്കളാണ് നാളെ നരകം വാങ്ങിച്ചു തരുന്നത്. കാരണം എന്തേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വിഷയമാണിത്. മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട്. ആ സൗണ്ടാണ് പിടിക്കാതിരിക്കുമ്പോൾ കിട്ടേണ്ടത്. അത് ഇവിടെ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? മാറ്റില്ലേ? ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, ഇത് ഒഴിവാക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നത്. മൈക്കിനെ കുറ്റം പറയുന്നില്ല, കുറ്റം പറഞ്ഞാൽ സംഘാടകർക്ക് പ്രശ്നമാണ്. ഒരു സ്ഥലത്ത് ഞാൻ ആമയൂര് പട്ടാമ്പി ജില്ലയിൽ കാസർഗോഡ് നിന്ന് വാലിന് പോയതാണ്. വലിയ സദസ്സാണ്. കാഞ്ഞങ്ങാട്ടാര് പോലെ വണ്ടിയിൽ റോഡ് സൈഡിലില്ല, ഇവിടെ ഇരിക്കുന്ന ആളാണ്. നമ്മൾ നാട്ടുകാരായതുകൊണ്ടൊന്നും എനിക്കറിയില്ല. ഇവിടെ വന്ന എല്ലാ സദസ്സും ഇങ്ങനെയാണ് കണ്ടത്, ചുറ്റുഭാഗത്ത് വന്ന എല്ലാ സദസ്സും ഇങ്ങനെ തന്നെയാണ് കണ്ടത്. പിന്നെ സദസ്സിൽ ആള് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കേൾക്കുന്ന ആള് ഒന്നുണ്ടെങ്കിൽ അത് നന്നാവലല്ലേ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മളൊക്കെ നല്ലവരിൽപ്പെടുത്തട്ടെ. അപ്പൊ ഞാനിവിടെ പോയിട്ട് പടച്ചോന് മൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപക്ഷെ നാളെ ശബ്ദം ഉണ്ടായിക്കൊള്ളുന്നില്ല. മൈക്ക് എന്ന് പറഞ്ഞാൽ അത്ര പ്രസംഗിക്കുമ്പോൾ തന്നെ വലിയ വരാണ്. അപ്പൊ ഞാൻ ഓപ്പറേറ്ററോട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഓപ്പറേറ്റർ ചുക്കും അറിയില്ല. കാരണം ഇത് പന്തിൽ കിട്ടുന്ന ആളൊക്കെ തിരിക്കാനായിരിക്കും. അതാ പ്രശ്നം. ഇത് പഠിച്ചാലല്ലേ ഈ വിഷയം അറിയുള്ളൂ. ഇതൊന്നും പഠിക്കേണ്ട വിഷയം. ഇത് പഠിക്കാതെ പന്തൽ കെട്ടുന്ന ആള്, ഷീറ്റ് കെട്ടുന്ന ആള്, ബൾബ് സ്വിച്ച് ഇടുന്ന ആളൊക്കെ ഓപ്പറേറ്ററായി കൊണ്ടുവരും. അപ്പൊ ഇവർക്കൊന്നും തിരിയൂല. ഇവരിങ്ങനെ തിരിക്കും. മനുഷ്യന്മാരിങ്ങനെ പ്രസംഗിച്ച് 2 മണിക്കൂർ ആകുമ്പോൾ താഴ്വാനായി. പിന്നെ 2 ദിവസം നെഞ്ചുവേദന. ഞാൻ അവിടെ ശരിക്കും ദേഷ്യപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെടാറില്ല. എനിക്ക് ആ സദസ്സ് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു. പിന്നെ സംഘാടകർ ഉസ്താദ് മൈക്കിനെ കുറ്റം പറഞ്ഞു, ഉസ്താദ് ഇങ്ങനെ മൈക്കിനെ കുറ്റം പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി വാല് പറഞ്ഞില്ല, ഞാൻ നിർത്തി പോവാണ്, 1/2 മണിക്കൂർ കഴിഞ്ഞ് നിർത്തി പോവാണ്, എന്നാ പിന്നെ അതും പ്രശ്നം. എന്ത് ചെയ്യണം?
സംഘാടകർ ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ, നല്ല ഓപ്പറേറ്റർ വെക്കല്, നല്ല മൈക്ക് വെക്കലൊക്കെ. അപ്പൊ അതൊന്നുമില്ല വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ട് പിടിക്കാതെ കിട്ടിയ റാഹത്തായി ഇൻഷാ അല്ലാഹ്. അതിന് എന്തൊക്കെ മാറ്റണമെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ ആ മേഖല പഠിച്ചിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ സഹോദരിമാർ, നിങ്ങൾ കേൾക്കണം ഈ വിഷയം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യമാരുടെ നിങ്ങളുടെ മക്കളുടെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഒരു കൈച്ചെയിൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടിയവർ കമ്മിറ്റി ഉറൂസ് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. കൈച്ചെയിന് എവിടെ നിന്നെങ്കിലും വീണ് കിട്ടിയ അതിന് പുറക്കാൻ പോണ്ട, കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, ഇവിടെ ഏൽപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു എളുപ്പത്തിൽ തിരിച്ച് അല്ലാഹു ആ സഹോദരിക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു അതിനുള്ള വഴി ഒരുക്കി കൊടുക്കട്ടെ. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു വന്നത് നമ്മൾ മാത്രം നന്നായി മക്കൾ നന്നായില്ല, സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. കാരണം നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നാൽ, മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ വീഴ്ച വന്നാൽ, സുബ്ഹി നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്ന മക്കളെ കാണുന്നുണ്ട്, അവരെ വിളിച്ച് നിസ്കരിപ്പിക്കാൻ ഉമ്മമാര് തയ്യാറാവുന്നില്ല. ഉറങ്ങിക്കോട്ടെ, കുഞ്ഞല്ലേ, കുട്ടിയല്ലേ, 18 വയസ്സായിട്ടുണ്ട്, കുട്ടി ഉറങ്ങട്ടെ. നിങ്ങൾ കേൾക്കണോ, നിങ്ങൾ കേൾക്കണോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ പൊന്നുമോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കല്യാണം കഴിഞ്ഞിട്ട്, അലി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആദ്യ രാത്രി മുതൽ 6 മാസമാണ് വീട്ടിലേക്ക് ചെന്നിട്ട് സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ നിസ്കാരം, നബി കുടുംബമേ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാൻ വിളിച്ചിട്ടാണ് നബി തങ്ങൾ പള്ളിയിൽ പോയിരുന്നത്. ആദ്യ രാത്രി മുതൽ നിങ്ങൾ വിളിക്കാറുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട്? ഓ, ഇന്ന് ആദ്യ രാത്രിയിൽ അവർ ഉറങ്ങിയിട്ടുണ്ടാവൂല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിക്കോട്ടെ. ഈ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് വളരുന്ന മക്കൾ എങ്ങനെ നന്നാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്നാവും? ഫസ്റ്റ് നൈറ്റ് തന്നെ സുബഹി നിസ്കരിച്ചിട്ടില്ല, അത് വിളിക്കാൻ ഉമ്മയും തയ്യാറായിട്ടില്ല, ഉപ്പയും തയ്യാറായിട്ടില്ല. وهل يرجى لأطفال كمال إذا ارتلعوا خدي الناقصات. وهل يرجى لأطفال كمال إذا ارتلعوا خدي الناقصات. വിവരമില്ലാത്ത അല്ലാഹുവിനെ പേടിയില്ലാത്ത ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ചു വളരുന്ന മക്കൾ നന്നാകുമെന്നോ പരിപൂർണതയിലെത്തുമെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിക്കാത്ത ഉമ്മമാര് അവരുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ നന്നാവുമെന്ന പ്രതീക്ഷ വേണ്ട. അവര് നന്നാവൂല. അവരെ നന്നാവുക എന്ന് പറഞ്ഞാൽ അത്ഭുതം സൃഷ്ടിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാരെ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് മാതാപിതാക്കൾ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് പോവേണ്ട മാതാപിതാക്കൾ. എന്നാൽ ഇവിടെ തോന്നിവാസം ചെയ്ത് ജീവിച്ച മക്കള് നരകത്തിലേക്ക് പോകുമ്പോഴാണ് അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ, എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ? അവര് സ്വർഗത്തിലോ? ഞാൻ വഴിപിഴക്കാൻ കാരണക്കാരായ, ഞാൻ മോശമാവാൻ കാരണക്കാരായ എന്റെ ഉമ്മയെയും എന്റെ ഉപ്പയെയും കാണിച്ചു താ. ലാ അദ്ഖുലുൽ ജന്ന ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ നരകത്തിൽ കിടക്കാതെ, എന്റെ ഉമ്മ എന്നെക്കാളും മുന്നിൽ നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് പോകൂല എന്ന് ഇവിടെ തെറ്റ് ചെയ്ത മക്കൾ നാളെ വാശി പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കേട്ടോ ഉമ്മമാരെ, കേൾക്കണം ഈ വിഷയം. നിങ്ങളിവിടെ നന്മ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് തസ്ബീഹ് ചൊല്ലി ഖുർആൻ ഓതി ജീവിച്ച നിങ്ങള്, നാളെ സ്വർഗത്തിലേക്ക് പോവേണ്ട നിങ്ങള് ഇവിടെ കളിയും ആഭാസങ്ങളും കോപ്രാട്ടിത്തരങ്ങളും കാണിച്ചു നടന്ന മക്കള്, അവര് നാളെ നരകത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, അല്ലാഹുവേ, എവിടെയാണ് എന്റെ ഉപ്പ, എവിടെയാണ് എന്റെ ഉമ്മ? അവര് സ്വർഗത്തിലാണ്. ലാ അദ്ഖുലുൻ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി. എന്റെ ഉപ്പ എന്നെക്കാളും മുമ്പ് നരകത്തിൽ കിടക്കാതെ എന്നെ വഴിപിഴപ്പിച്ച എന്റെ ഉമ്മ
നരകത്തിൽ കിടക്കാതെ ഞാൻ നരകത്തിലേക്ക് കിടക്കൂല എന്ന് മക്കളെ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർഗത്തിലേക്ക് പോവേണ്ട ഉപ്പമാരെ കൊണ്ടുവന്നിട്ട് മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചിട്ടുണ്ടോ? സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ? അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അള്ളാഹു നോക്കിയ ശേഷം പിഴവ് വന്നിട്ടുണ്ടെങ്കിലേ, പോരായ്മ വന്നിട്ടുണ്ടെങ്കിലേ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് നമ്മൾ മാത്രം നന്നായാൽ മതിയോ? പോരാ, മക്കളെ നന്നാക്കണം. പ്രായപൂർത്തിയെത്തുന്നത് വരെ അവർക്ക് നന്മയും സംസ്കാരവും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം നിങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. അവർ തെറ്റ് ചെയ്താൽ നിങ്ങൾ ഉത്തരവാദിയല്ല. പ്രായപൂർത്തിയെത്തുന്നത് വരെ സംസ്കാരം പഠിപ്പിക്കേണ്ടത്, അതവ് പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 4 മണിക്കൂറുകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. 4 മണിക്കൂറുകൾ നമ്മുടെ സമയത്തിൽ നമ്മൾ കണ്ടെത്തണം. ഒരു ദിവസത്തിൽ 4 കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന രാത്രി കാണുന്ന ഫുട്ബോളോ അതിനുള്ള സമയത്തിലുണ്ടോ? വാട്സപ്പിൽ കളിക്കുന്ന സമയം ഇതിലുണ്ടോ? ഫേസ്ബുക്കിൽ കളിക്കുന്നത്, IPL കാണുന്നത്, ഇതൊക്കെ ഇതിലുണ്ടോ? നമുക്ക് നോക്കാം. 4 കാര്യത്തിന് വേണ്ടിയിട്ടേ നിങ്ങൾ സമയം കണ്ടെത്താൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നുണ്ട്. 1 സഅത്തുൻ യുനാജി ഫീഹാ റബ്ബ. ഒന്നാമത്തേത്, അല്ലാഹുമായിട്ട് ബന്ധം വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലാഹുമായിട്ട് ബന്ധം വെക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. എങ്ങനെയാണ് അല്ലാഹുമായിട്ട് ബന്ധം വെക്കുന്നത്? ഖുർആൻ ഓതുന്നത്, ദുആ ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ ദിക്ർ ചൊല്ലുന്നത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സഅത്തുൻ യുനാജി ഫീഹാ റബ്ബഹു. അല്ലാഹുമായിട്ട് അഭിമുഖം നടത്താനുള്ള സമയം കണ്ടെത്തണം. വസഅത്തുൻ യുഹാസിബു ഫീഹാ നഫ്സഹു. സ്വന്തം ശരീരത്തെ വിചാരണ നടത്താൻ ഒരു സമയം കണ്ടെത്തണം. സ്വന്തം ശരീരത്തെ വിചാരണ നടത്താൻ ഒരു സമയം കണ്ടെത്തണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കാട്ടിക്കൂട്ടിയത്? നന്മയാണോ കൂടുതൽ, തിന്മയാണോ കൂടുതൽ? ഇതിനു വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം കണ്ടെത്തണം. രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, ആകാശങ്ങളുണ്ട്, ഭൂമിയുണ്ട്. ആരാണ് ഈ ആകാശങ്ങൾ സൃഷ്ടിച്ചത്? ഇത്രയും ചെറിയൊരു സദസ്സ് നിർമ്മിക്കാൻ ഇത്രയും 100 കണക്കിന് തൂണുകളാണ് ഇവിടെ ഉപയോഗിച്ചത്. പ്രശാന്തമായി സമാന്തരമായി നീണ്ടുകിടക്കുന്ന ആകാശങ്ങൾക്ക് ഒരു തൂണ് പോലും ഇല്ലല്ലോ. ഇത് ആരാണ് സൃഷ്ടിച്ചത്? രാത്രിയാകുന്നുണ്ട്, പകലാകുന്നുണ്ട്, ഇത് ആരാണ് സൃഷ്ടിച്ചത്? രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുന്നുണ്ടല്ലോ. എന്നാൽ ജനിച്ച എനിക്കൊരു മരണമുണ്ടല്ലോ. ഒന്നാമത്തെ രാത്രി ചെറിയ കഷ്ണമായിട്ട് ചന്ദ്രൻ വരുന്നുണ്ടല്ലോ. 14 ആകുമ്പോൾ ഒരു പൂർണ്ണമായ ചന്ദ്രനാകുന്നുണ്ടല്ലോ. ഒരു 20 ആകുമ്പോഴേക്കും ആ ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നുണ്ടല്ലോ. എന്നാൽ എന്താണ് ഈ സൂചന നൽകുന്നത്? ചെറിയ കുട്ടിയായി വളർന്ന് ഞാനും ഒരു വയസ്സനായി മരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അധ്വാനിക്കാനുള്ള സമയം കണ്ടെത്തണം, ജോലി ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ദുനിയാവും വേണം, ആഖിറം വേണം. ചെയിന് കിട്ടിയ അൽഹംദുലില്ലാഹ്, ചെയിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ആരും പുറക്കാൻ പോകണ്ട. ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു, 11 മണി. പെണ്ണുങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? നേരത്തെ തുടങ്ങുന്ന അഭിപ്രായം കണ്ടു. ഒരു അരമണിക്കൂർ ഞാൻ പറയണോ? നിങ്ങൾ ഇരിക്കുവോ? ഇത്രയും തന്നെ വലിയ ഭാഗ്യം. ഒരു അരമണിക്കൂർ കൂടി അല്ലാഹു മാനപ്പെട്ട